നമസ്കാരം. ഇസ്രായേലിനകത്ത് ബങ്കറുകൾ ഇപ്പോൾ മരണക്കെണിയാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇസ്രായേലിനകത്തെ അനുഭവങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവർ പല വിഷയങ്ങളും മറച്ചു വെക്കുകയാണ്. ബങ്കറിനകത്ത് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ ടെല്ലവീവിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒളിവിൽ പോകുന്ന അവരുടെ ബങ്കർ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതായത് ഇവിടെ മറ്റുള്ള ആളുകളെ മെക്കിട്ട് കയറുക, എന്നിട്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മാളത്തിൽ പോയി ഒളിക്കുക എന്നുള്ളത് പതിവാണ്. ഇത്തരത്തിൽ അവർ ഒളിക്കുന്ന മാളങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ല. അതിനകത്ത് കുടുങ്ങുന്ന ആളുകൾ അത് വലിയ മരണക്കെണിയായി മാറുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേൽ ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ പോലെ തന്നെ അവർക്ക് ഭൂമിക്കടിയിൽ സംവിധാനങ്ങളുണ്ട്. 100 മീറ്റർ കനമുള്ള കോൺക്രീറ്റ് ഭിത്തിയാണ് മുകളിലുള്ളത്. അത്തരത്തിലുള്ള കോൺക്രീറ്റ് ബങ്കറുകളാണ്, അറകളാണ് ഇവിടെ ഭൂമിക്കടിയിൽ. ഇത് അവർ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള അറകളിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവിടെ മരണങ്ങൾ കൂടുതൽ സംഭവിക്കാതിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ആ ബങ്കറുകൾ സുരക്ഷിതമല്ല, അതൊരു മരണക്കെണിയായി മാറുകയാണ്. ആളുകൾ തിക്കും തിരക്കും കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറം ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകൾ ചെന്ന് പതിക്കുമ്പോൾ ഈ ബങ്കറുകൾ തവിട് പൊടിയാവുകയാണ്. ഈ ബങ്കറുകൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അതേസമയം ഇറാനകത്തും ഇത്തരത്തിലുള്ള ബങ്കറുകളുണ്ട്. അവർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ബങ്കറുകൾ അവർ നിർമ്മിച്ചിരിക്കുന്നത്. വ്യാപകമായി ബങ്കറുകളൊന്നുമില്ല. പ്രത്യേകിച്ച് അവരുടെ ഭൂമിക്കടിയിലുള്ള അവരുടെ മിസൈൽ സിറ്റി, അതുപോലെ തന്നെ അവരുടെ മറ്റ് ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത്. അത് വലിയ കോൺക്രീറ്റ് ഭിത്തി കൊണ്ടുള്ള വലിയ സംരക്ഷണ കവചം അത്തരത്തിലുള്ള ബങ്കറുകൾക്കുണ്ട്. അതിനകത്ത് അവരുടെ മിസൈൽ സിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ അത് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബോംബുകൾ പോലും അതിന് മുകളിൽ വർഷിച്ച് ആ ബങ്കറുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഇറാൻ പിടിച്ചു നിൽക്കുന്നത് അത്തരത്തിലുള്ള ബങ്കറുകൾക്കകത്തു നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇവിടെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണ്. അവരുടെ മറ്റ് മിസൈലുകൾ വിക്ഷേപിക്കാവുന്ന സംവിധാനങ്ങളും മിസൈൽ സിറ്റികളും ഒക്കെ ഇവിടെ ഇസ്രായേലും അമേരിക്കയും തകർത്തു കളഞ്ഞു എന്ന വാർത്തകൾ കഴിഞ്ഞ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു. ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചൈന അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2 കപ്പലുകൾ പുറപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഭൂമിക്കടിയിൽ അവർ സൂക്ഷിച്ചിട്ടുള്ള മിസൈലുകൾ വെച്ച് ഇസ്രായേലിനെയും അമേരിക്കയെയും നേരിടുകയാണെങ്കിലും 6 മാസം വളരെ ശക്തമായി തന്നെ ഇവരെ ആക്രമിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നവർ അവകാശപ്പെടുകയാണ്. അതവരിങ്ങനെ പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇസ്രായേലിനകത്ത് മറ്റുള്ള ആളുകളെ മെക്കിട്ട് കയറി പോയി ഒളിക്കാൻ വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകൾ മരണക്കെണിയാകുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ അസഭ്യം പറഞ്ഞു എന്നൊരു വാർത്തയാണ്. അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രതിനിധി ഇസ്രായേലിനെ അസഭ്യം പറഞ്ഞു എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇറാനിലെ എണ്ണ സംഭരണശാലകൾക്കു നേരെ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. ഇത് വ്യാപകമായി കത്തുകയും കറുത്ത പുക ഇവിടെ ആകാശത്തേക്ക് ഉയരുകയും പിന്നീട് കറുത്ത മഴ പെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം ആവശ്യമില്ലാത്തതായിരുന്നു. ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇത് ചെയ്തത് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് സാധാരണക്കാരിൽ എണ്ണവില കൂടുമെന്നുള്ള ഒരു ഭീതി ജനിപ്പിക്കുക, എണ്ണയ്ക്ക് ക്ഷാമം ഉണ്ടാകുമെന്നുള്ള ഭീതി ജനിപ്പിക്കാനേ ഈ ആക്രമണം ഉപകരിക്കുകയുള്ളൂ. ഇറാനിലെ ഒരു വിഭാഗം ആളുകൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കൂടെയുണ്ട്. അവരെ പോലും എതിർപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് പുറകിൽ അണിനിരക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് അങ്ങനെ ഇറാനെ ആക്രമിക്കേണ്ട എന്ന് അമേരിക്ക പറഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഇസ്രായേലിനെ അസഭ്യം പറഞ്ഞു എന്ന് തന്നെ കൃത്യമായി ആ വാർത്തയിൽ പറയുന്നുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമുണ്ടായപ്പോഴും ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു പ്രതികരണം കൂടെ ഇവിടെ വാർത്തയായി വന്നിട്ടുണ്ട്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നോട് സമ്മതം മൂളിയാൽ ഞാൻ ഈ യുദ്ധം നിർത്തും, അല്ലാതെ ആര് പറഞ്ഞാലും ഞാൻ യുദ്ധം നിർത്തില്ല എന്നാണ് ഇവിടെ ട്രംപ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഇറാൻ നിരുപാധികം കീഴടങ്ങുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം, ഇറാനെ മഹത്തായ സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന ഒരു രാജ്യമാക്കി മാറ്റാം എന്നൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വലിയ വീരവാദങ്ങളൊക്കെ അദ്ദേഹം മുഴക്കിയിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചാൽ മതി. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ യുദ്ധം നിർത്തിയാലും വേണ്ടില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പോലും ഒളിച്ചു താമസിക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ ആക്രമണം ശക്തമാണ്.
ഹൈഫയിലും അതുപോലെ തന്നെ ടെല്ലവീവിലും ജെറുസലേമിലും ഇനി ഇസ്രായേലിനകത്ത് ഇറാന്റെ മിസൈലുകൾ പതിക്കാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ബാക്കിയില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പൊ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ യുദ്ധം നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് ഒറ്റക്കൊരു തീരുമാനം എടുക്കാനും കഴിയില്ല. ഇറാൻ ആണെങ്കിൽ ഞങ്ങൾ ഇനി ഒരു ചർച്ചയ്ക്കുമില്ല, അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല, യുദ്ധം തുടരുമെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഞാനത് കേട്ടു, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ യുദ്ധം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് എങ്ങനെയെങ്കിലും തടിയൊന്നൂരണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രതികരണമാണ്, ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അമേരിക്കക്ക് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ്. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴും നിർത്താതെ കുവൈത്തിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ബഹ്റൈനിലെ ബേസുകൾക്ക് നേരെയും അബുദാബിയിലെ ബേസിന് നേരെയും ഒക്കെ UAE-യിലെ ഫുജൈറയിലേക്കും ഒക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിലേക്കും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് കിട്ടാത്ത പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ഒരു ഉപദേശം ട്രംപിന് കൊടുത്തിട്ടുണ്ട്, ഒരു വിവരം കൈമാറിയിട്ടുണ്ട്. അതായത് എങ്ങനെ ആക്രമിച്ചാലും ഇറാനിൽ ഒരു ഭരണമാറ്റം സാധ്യമല്ല, അതൊരിക്കലും നടക്കില്ല എന്നുള്ള ഒരു വിവരമാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കൈമാറിയിട്ടുള്ളത്. ഈ മുജ്തബ ഖംനായി എന്ന് പറയുന്ന മനുഷ്യൻ പിതാവിനേക്കാൾ കടുപ്പക്കാരനാണ്. അദ്ദേഹം ഇവിടെ ആ അധികാര സ്ഥാനത്ത് എത്തിയതിനു ശേഷം അമേരിക്കക്ക് കിട്ടുന്ന തിരിച്ചടികൾ ചെറുതല്ല. എന്തായാലും ഇവിടെ അവരുമായി ഭരണം മാറാം എന്ന രീതിയിൽ ഒരു ഏറ്റുമുട്ടൽ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ട്രംപിന് കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വലിയ തിരിച്ചടികൾ നേരിടുന്നു എന്നൊരു തിരിച്ചറിവും അമേരിക്കക്ക് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം, അതിനു വേണ്ടിയുള്ള ചില കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭാവി അല്ലെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം.